മോട്ടീവ് ലാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് പരീക്ഷാ കാലഘട്ടമാണ്. 10ാം ക്ലാസ്സിലെയും +2ലെയും കുട്ടികൾ പരീക്ഷ എഴുതുവാൻ പോവുകയാണ്. പരീക്ഷാ കാലഘട്ടം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു പേടിയുടെ കാലഘട്ടമാണ്. ടെസ്റ്റ് ആങ്സൈറ്റി, ടെസ്റ്റ് ഫിയർ, എക്സാം ഫോബിയ, എക്സാം ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകളിൽ നമ്മൾ വിളിക്കുന്ന ടെസ്റ്റ് ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠയിൽ നിന്നുണ്ടാകുന്ന പേടി. കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് വരെ ഉണ്ടാവും ആ പേടി. കുട്ടികൾക്കോ രക്ഷകർത്താക്കൾക്കോ മാത്രമല്ല, ഏതൊരു ടെസ്റ്റാണ് എങ്കിലും മനുഷ്യ സഹജമായ ഒന്നാണ്. വലിയ ആളുകൾക്കും ഉണ്ടാവും അത്. നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, 2 വീലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വീലർ ഇങ്ങനെ 8ൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഓടിക്കണം, കമ്പികൾക്കിടയിലൂടെ ഓടിക്കണമല്ലോ. ചില ആളുകളുണ്ട് വണ്ടി 2 വീലർ കൊണ്ടുവന്നിട്ട് പിന്നെ യാതൊരു പേടിയില്ലാതെ വളരെ സ്മൂത്തായിട്ട് ആ 8 ഇങ്ങനെ എടുത്ത് പാസ്സാവും. എന്നാൽ അവിടെ തന്നെ വേറെ ചില ആളുകളെ കാണാനായിട്ട് കഴിയും നമുക്ക്. ഈ 2 വീലറുമായിട്ട് വന്നിട്ട് മുട്ടുമോ എന്ന് ചോദിച്ച് ഇങ്ങനെ ഓടിക്കുന്ന ആളുകളുണ്ടാവും, ഒരു പേടിച്ച് ഓടിക്കുന്ന ആളുകളുണ്ടാവും. അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെയുള്ള എല്ലാ കമ്പിയും മറിച്ചിട്ടുണ്ടാവും, തോറ്റും പോയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? ആ ടെസ്റ്റ് അവർ തോക്കാൻ കാരണം എന്താണ്? അവരുടെ ടെസ്റ്റ് ആങ്സൈറ്റി, ടെസ്റ്റ് ഫിയർ എന്തായിരുന്നു? കൂടുതലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷാ പേടി അല്ലെങ്കിൽ ടെസ്റ്റ് ആങ്സൈറ്റി കൂടുന്തോറും നമ്മൾ താഴെ കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികളിൽ 2 തരത്തിലുള്ള കുട്ടികൾക്കാണ് ഈ ടെസ്റ്റ് ആങ്സൈറ്റി ഇല്ലാത്തത്. ഒന്ന്, എല്ലാം പഠിച്ച കുട്ടികൾക്ക് ടെൻഷനില്ല. കാരണം എന്താണ്? ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം റെഡിയാണ്, എങ്ങനെ ചോദിച്ചാലും ഉത്തരം റെഡിയാണ്, നോ ടെൻഷൻ. രണ്ടാമത്തെ കൂട്ടരുണ്ട്, ഒന്നും പഠിച്ചിട്ടില്ല, നോ ടെൻഷൻ. കാരണം എന്താ? ഏത് ചോദിച്ചാലും എന്താ, ബേജാറില്ല, കാരണം ഒന്നും അറിയില്ല. ഈ 2 കൂട്ടരൊഴിച്ച് കുറച്ചൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്തുണ്ടാവും? ഒരു ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ എല്ലാം പഠിച്ച് പെർഫെക്റ്റ് ആകാൻ ചിലപ്പോൾ ഇനി നമുക്ക് സമയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്കുള്ള ടെസ്റ്റ് ഫിയറിനെ മാറ്റിയാൽ മാത്രമാണ്, അതിനെ കുറച്ചാൽ മാത്രമാണ് നമുക്ക് ഈ എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലെ പോലെ തട്ടി താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ടെസ്റ്റ് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനിലും ഉള്ളതാണ്. പക്ഷേ അത് പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ആണിനും പെണ്ണിനും വ്യത്യാസം ഉണ്ടാവും. സൈക്കോളജിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു ന്യൂറോ സൈക്കാട്രിക് ഇൽനെസ് ആയിട്ടാണ് പരിചയപ്പെടുന്നത്. ഒരു അസുഖമാണ് ശരിക്കും ഇത്. ആൺകുട്ടികൾക്ക് എക്സാം ഫിയർ കുറവായിരിക്കും, പെൺകുട്ടികൾക്ക് എക്സാം ഫിയർ കൂടുതലായിരിക്കും. ടെസ്റ്റ് ആങ്സൈറ്റി പെൺകുട്ടികൾക്ക് കൂടുതലാണെന്ന് മാത്രമല്ല, അത് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് കൂടുതൽ വേണം പെൺകുട്ടികൾക്ക്. പക്ഷേ ആൺകുട്ടികൾക്ക് അത് ഈസി ആയിട്ട് ഓവർകം ചെയ്യാനായിട്ട് കഴിയും. ടെസ്റ്റ് ആങ്സൈറ്റി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഫിയർ ഓഫ് ഫെയിലുവർ ആണ്. അത് തോറ്റു പോകുമെന്നുള്ള പേടിയാണ്. തോറ്റു കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ നോക്കും, പക്ഷെ നാട്ടുകാരോട് എന്ത് പറയും, നല്ല പഠിപ്പിസ്റ്റായിട്ട് നടന്ന ആളാണ്, പക്ഷെ വേണ്ടത്ര മാർക്ക് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടി. ഇതിന് മുമ്പുള്ള പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാത്ത ആളുകൾക്ക് ആ ഒരു പേടി കൂടി ഉണ്ടാവും. പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നുണ്ടാകുന്ന ഒരു പേടി ഉണ്ടാവും. ഉദ്ദേശിക്കുന്ന പോലെ പെർഫോം ചെയ്യാൻ കഴിയുമോ ഇല്ലേ. എൻ്റെ പെർഫോമൻസ് മാത്രമല്ല, ചില കുട്ടികൾക്ക് ടെസ്റ്റ് ആങ്സൈറ്റി ഉണ്ടാകുന്നത് കൂട്ടുകാർക്ക് ഇനി അവൻ നന്നായിട്ട് പെർഫോം ചെയ്യുമോ, അവർക്ക് എന്നേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടാവുമോ എന്നുള്ള ആങ്സൈറ്റിയിൽ നിന്ന് ഈ പരീക്ഷയോടൊരു പേടി ഉണ്ടാവും. അതുവഴി എന്താ ഉണ്ടാകുന്നത്? പരീക്ഷാ പേടി കൂടിയാൽ മെൻ്റൽ ഇൽനെസ് മാത്രമല്ല, അത് ശാരീരികമായും പ്രശ്നങ്ങളുണ്ടാവും. ഉറക്കം ഉണ്ടാവില്ല, തലവേദന ഉണ്ടാവും, നമുക്ക് വയറുവേദന ഉണ്ടാവും, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാവും, ഒരു ഉത്സാഹക്കുറവുണ്ടാവും, കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലൂടെ നമുക്ക് കാണാനും കഴിയും. പരീക്ഷാ പേടി എന്നുള്ളത് ഒരു ബയോളജിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്, അത് നാച്ചുറലാണ്, എല്ലാ മനുഷ്യരിലും ഉണ്ടാവും അത്. കാരണം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് ഈ ടെൻഷൻ ഉണ്ടാകുന്നത്. അത് പരീക്ഷയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാൾ എഴുന്നേറ്റ് മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അയാൾക്കൊരു ടെൻഷൻ ഉണ്ടാകും, കൈയും കാലൊക്കെ ഇങ്ങനെ വിറക്കൂലേ. എന്തുകൊണ്ടാണ്? അവിടെ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഈ കോർട്ടിസോൾ നമുക്കുണ്ടാകുന്ന എക്സാമിനേഷൻ എന്നുള്ള ഒരു സ്ട്രെസ്സ് വരുമ്പോൾ, പരീക്ഷ എന്നുള്ള ഒരു സ്ട്രെസ്സ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് പക്ഷേ എന്തിനാണ് ബാധിക്കുന്നത്? നമ്മുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റുകൾ ഇതിനെ ഒരു ന്യൂറോ സൈക്കാട്രിക് ഇൽനെസ് എന്ന് പറയുന്നത്. മാനസികമായൊരു പ്രശ്നമാണ്, അസുഖമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മരുന്ന് കഴിക്കണം. പക്ഷേ മാനസികമായ അസുഖത്തിന് നമ്മൾ എന്ത് ചെയ്യണം? മാനസികമായിട്ടുള്ള മരുന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് മാനസികമായിട്ട് എക്സാം ഫിയർ കുറക്കാനുള്ള മരുന്ന്? ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുണ്ട്. അത് വണ്ടിയുടെ ടെസ്റ്റ് എടുക്കാൻ പോയ ആദ്യത്തെ ആൾ എന്താ ചെയ്തത്? വണ്ടി വളരെ സ്മൂത്തായിട്ട് ഭയങ്കര കോൺഫിഡൻസോട് കൂടി ഓടിച്ചു അയാൾ എന്ത് ചെയ്തു? ടെസ്റ്റ് പാസ്സായി. സോ അയാൾക്ക് പേടിയില്ലാതെ വരാൻ കാരണം അയാൾക്ക് എന്തുണ്ടായിരുന്നു? നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ എക്സാം ഫിയറും കോൺഫിഡൻസും ഇൻ്റർ റിലേറ്റഡാണ്. നല്ല കോൺഫിഡൻസ് ഉണ്ടോ, എക്സാം ഫിയർ താഴെയായിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്.
കോൺഫിഡൻസ് ഒട്ടുമില്ലേ, നല്ല എക്സാം ഫിയർ ഉണ്ടാവും. സോ എക്സാം ഫിയർ മാറണം എന്നുണ്ടെങ്കിൽ, പരീക്ഷാ പേടി മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? നല്ല കോൺഫിഡൻസ് ഉണ്ടാകണം. എങ്ങനെയാണ് നമുക്ക് കോൺഫിഡൻസോടുകൂടി പരീക്ഷയെ നേരിടാൻ കഴിയുന്നത് എന്ന് നോക്കാം. കോൺഫിഡൻസ് കൂട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ബി പ്രിപ്പയർഡ് എന്നുള്ളത്. ബി പ്രിപ്പയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യാറാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് നല്ല കോൺഫിഡൻസോടുകൂടി അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? പ്രിപ്പയർഡാണ്. നമ്മുടെ എക്സാമിന് നമുക്ക് കോൺഫിഡൻസോടുകൂടി ഫേസ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകണം? നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകണം ആവശ്യത്തിന്. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട്, 1 മാസം കഴിഞ്ഞ് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട്, മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് റിവിഷനൊക്കെ കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടാവും, ചിലപ്പോൾ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും, ചിലപ്പോൾ മോഡൽ എക്സാം ആയിട്ടും ഒന്നും പ്രിപ്പയർ ചെയ്യാതെ പോയി പരീക്ഷ എഴുതിയ ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് റിവിഷൻ നടത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി സിസ്റ്റമാറ്റിക് ആക്കുക. പ്രിപ്പറേഷൻ തുടങ്ങാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തുടങ്ങുക. നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്നുകൂടി അത് ഷെഡ്യൂൾ ചെയ്തിട്ട് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കുക. ഇങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് കോൺഫിഡൻസ് കൂടുകയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം നമ്മൾ ഒന്നൊരു ചാപ്റ്റർ പഠിച്ചു, കിടക്കുന്നതിന് മുമ്പ് 2 ചോദ്യം കൂടുതൽ പഠിച്ചാൽ, ചോദ്യം മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഉത്തരവും കൂടുതൽ പഠിച്ചാൽ ചെറിയൊരു കോൺഫിഡൻസ് കൂടിയില്ലേ? ഒരു ചാപ്റ്റർ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തീർത്തു കഴിഞ്ഞാലോ പഠിച്ചു കഴിഞ്ഞാലോ ഒന്നുകൂടി കോൺഫിഡൻസ് ഇങ്ങനെ കൂടിയാണല്ലേ? കാരണം എന്താണ്? അതിൻ്റെ ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻ്റ് ആയല്ലോ. ഒരു ചാപ്റ്റർ കൂടി കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിലോ ഒന്നുകൂടി കൂടിയാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി നേരത്തെ പരമാവധി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ടെസ്റ്റിന് വേണ്ടി റെഡിയാകുക എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും നമ്മളിൽ എന്തുണ്ടാവും? ഈ കോൺഫിഡൻസ് ഇങ്ങനെ കൂട്ടി വരും. നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി നമ്മൾ തോറ്റുപോകുമോ, നമ്മുടെ മാർക്ക് കുറയുമോ, എഴുതാൻ കഴിയുമോ, ഇങ്ങനെ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് നമ്മുടെ വർക്ക് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഷെഡ്യൂൾ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് റിവിഷൻ, ഒരു ദിവസം ആഴ്ചയിൽ വീക്കെൻഡിൽ നമുക്ക് റിവിഷൻ നടത്താൻ കഴിയണം, മന്തിൻ്റെ അവസാനം റിവിഷൻ നടത്താൻ കഴിയണം, പരീക്ഷയ്ക്ക് മുമ്പ് ഇങ്ങനെ ഇത്രാം ദിവസം ഇന്നത് പഠിച്ചു കഴിയണം. ഇങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ട് ഷെഡ്യൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? പ്രിപ്പയർ ചെയ്ത് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞാൽ 80% നിങ്ങളെന്തായി? സക്സസ് ആയി. എക്സാം ഫിയറിന് നിങ്ങളെന്തായി? റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ പതുക്കെ എക്സാം ഫിയർ എന്ത് ചെയ്തു? പതുക്കെ കുറയുന്നതായിട്ട് കാണാൻ കഴിയും. സോ എക്സാം ഫിയർ മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രിപ്പറേഷൻ നടത്തണം. ബാക്കിയുള്ള ടിപ്സുകളും സ്റ്റഡി ട്രിക്സുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുവാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആണ് എന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.